ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ ഒരു വേഷത്തിൽ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം അത് ചെയ്തു. അപ്പൊ അത് ചെയ്തപ്പോ ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഒരു പിച്ചു കല്യാണം കഴിഞ്ഞു എന്നൊക്കെ ഒരുപാട് കമന്റുകളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെ ഇപ്പൊ കല്യാണം കഴിക്കുന്നു. ഇത് ആൾക്കാരിലേക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഭൂമി പിന്നെയും കൊടുക്കില്ല നിങ്ങൾ? ഇത് എനിക്ക് വന്നിട്ട് പേഴ്സായിട്ട് എനിക്ക് അത് മൈൻഡിൽ ഞാൻ എടുക്കുന്നില്ല. ബിക്കോസ് ഞാൻ ഈ ഒരു പ്രൊഫഷണൽ ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് എനിക്ക് അതുപോലൊക്കെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് മനസ്സിലാവും ആൾക്കാർക്ക്. മേ ബി ഇന്നോ ഇല്ല നാളെയോ ഇല്ല മറ്റന്നാളോ എപ്പോഴെങ്കിലും ഒരു ദിവസം മനസ്സിലാവും ഇതൊരു ആക്ടിങ് ആണ്, ഒരു സംഭവമാണ്. അപ്പൊ ഇത് പറയുന്നത് ഒറിജിനലായിട്ടൊന്നാവില്ലേ? ഇല്ല അതാണ് ചോദ്യം. ഇല്ല പ്രതീക്ഷിക്കാൻ പറ്റില്ല. കൂടുതലായിട്ട് ഫാൻസ് ആഗ്രഹിക്കണം നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു എന്റെ അറിവില് ഫാൻസ് സോക്കോൾ ഫാൻസ് എന്ന് പറഞ്ഞ പിള്ളേർക്ക് ഇഷ്ടം ഞങ്ങളെ മൊമെന്റ്സ് കാണാനും അത് റീക്രിയേറ്റ് ചെയ്യുന്ന കാണാനല്ല. ലൈക്ക് ഒരുമിച്ച് കല്യാണം അപ്പൊ അത് ഞങ്ങളുടെ പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം പലർക്കും പല രീതിയിൽ പറയാം. സോ അവർ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മൊമെന്റ്സ്, ബിഗ് ബോസിൽ കുറെ മൊമെന്റ്സ് അവർക്ക് അത് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അത് പിള്ളേർ മാത്രമല്ല, ഏജ് ഇല്ല, കുറെ അപ്പൊ അച്ഛന്മാരും അമ്മമാരും കുറെ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അവർക്ക് ആ മൊമെന്റ്സ് ഇപ്പം ബിഗ് ബോസ് ഇല്ലാത്തതുകൊണ്ട് എഗെയിൻ ലൈവ് റെക്കോർഡ് ചെയ്ത് എന്നൊക്കെ മെയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു മൊമെന്റ്സ് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് സംവാട്ട് ഇപ്പൊ ഞാനും നമ്മളും ചെറുപ്പത്തിൽ ഇപ്പം കുറെ തിങ്സ് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചാനലിലൊക്കെ. അപ്പൊ അതുപോലെ മിസ് ചെയ്യുന്നതുകൊണ്ട് അവര് പിന്നെ പിന്നെ റീൽസ് അല്ലെങ്കിൽ വീഡിയോ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വർക്ക്സും വന്നത്. ഇപ്പൊ ഈ ഒരു പ്രൊജക്ട് ആണെങ്കിലും ലൈക്ക് പീപ്പിൾ ആ ടൈമിൽ ഓഡിയൻസ് എൻജോയ് ചെയ്തു. സോ ആ ഇതാണ്, വേറെ ഇത് ഗിഫ്റ്റ് ഇത് ഞാനല്ല. ഇതിപ്പോ പ്രൊഡക്ഷൻ തീരുമാനിച്ചു, ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഇവരൊരു ആർട്ടിസ്റ്റാണ്, ബാക്കിയുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ അവര് ആ ഒരു സ്ക്രിപ്റ്റിൽ ആ ഒരു പ്രൊജക്റ്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ തന്നെ ചെയ്തതൊന്നും നല്ലത്. ഞങ്ങൾ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളാണ് ചെയ്യുന്നല്ലേ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് ലൈക് പ്രൊഡക്ഷൻ പറയുന്നത് എന്താ പറയുക, ഗിഫ്റ്റാണ്. ആക്ച്വലി ആദ്യം നമ്മളിങ്ങനെ ഗിഫ്റ്റ് ആവോ എന്തോന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഇതിന്റെ മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഇത് മില്യൻസിൽ പോയി കഴിഞ്ഞപ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് അവരെടുത്തിരിക്കുന്നത്. മീൻസ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് അത് ഫീൽ ചെയ്തിരിക്കുന്നത്. സീരിയസ്ലി ഇപ്പം അർജുൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിൽ ഞാൻ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു ആ കാര്യം. ഈ ബിഗ് ബോസിനകത്ത് ഇവരുടെ ഒരു തമാശ, ചിരി, കളി, ക്യൂട്ട്നെസ് ആണത്. അപ്പൊ ആ ഒരു സംഭവം ബിഗ് ബോസ് നിന്ന് കഴിഞ്ഞപ്പോ പല ആൾക്കാരും അത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ഫാൻസ് അത് ഇങ്ങനത്തെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രസ് മീറ്റ് അല്ലെങ്കിൽ അതിൽ കൂടിയാണ് അവര് റീകളക്ട് ചെയ്യുന്നത്, അവരത് ആഘോഷിക്കുന്നത്. സോ അതിനാണ് അവര് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത്. നോട്ട് ഫോർ ഇവരുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് അറിയാനല്ല ആക്ച്വലി. ബിഗ് ബോസിനെ ബേസ് ചെയ്തിട്ട് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളൊക്കെ പങ്കാളികളാണ്.